കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടു ബി.ജെ.പിയുടെ ഉത്തരവാദിത്തപ്പെട്ട ചില നേതാക്കന്മാർ പറയുകയാണ്, കോൺഗ്രസുകാർക്ക് കഴിയുമോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ, ക്രിസ്ത്യാനികളെ ചേർത്ത് പിടിക്കാൻ കോൺഗ്രസുകാർക്ക് കഴിയുമോ എന്ന് ചോദിച്ച ബി.ജെ.പി നേതാവിനോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറുപടി, 2023 നവംബർ മാസം 2-ാം തീയതി ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ ഛത്തീസ്ഗഡിൽ പ്രചരണത്തിന് പോയ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി, ബി.ജെ.പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ്, ബി.ജെ.പിയുടെ 2-ാം നമ്പർ നേതാവ് ശ്രീ അമിത്ഷാ, അദ്ദേഹം ഛത്തീസ്ഗഡ് ഗവൺമെന്റ് എന്താ വിളിച്ചതറിയാവോ? കറപ്ഷൻ കൺവേർഷൻ ഗവൺമെന്റ്. എന്താ വിഷയം അറിയാമോ? അവിടെ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്ന എല്ലാ ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും RSSന്റെ അക്രമങ്ങളിൽ നിന്ന് പരിരക്ഷിച്ചു നിർത്തി എന്നുള്ളതാണ് ശ്രീ ഭൂപേഷ് ബാഗൽ എന്ന് പറയുന്ന കോൺഗ്രസ് മുഖ്യമന്ത്രിക്കെതിരായിട്ട് അമിത്ഷാ ഈ ഗുരുതരമായ ആരോപണം ഉന്നയിക്കാനായിട്ടുള്ള കാരണം. കറപ്ഷൻ കൺവേർഷൻ ഗവൺമെന്റ് എന്നാണ് വിളിച്ചത്. അതിന്റെ പേരിൽ ഞങ്ങൾക്ക് ആ സംസ്ഥാനം നഷ്ടമായി. പരാതിയില്ല. ഒരു സംസ്ഥാനമല്ല, ഈ രാജ്യത്തിന്റെ ഭരണം പോയാലും ഈ രാജ്യത്തെ എല്ലാ മതവിശ്വാസികളെയും മതമില്ലാത്തവനെയും ചേർത്ത് പിടിച്ചതിന്റെ പേരിൽ അധികാരം പോവുകയാണെങ്കിൽ പൊയ്ക്കോട്ടെ. നിങ്ങളുടെ അതിക്രമത്തിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്ന കവചമായി ഞങ്ങൾ പ്രവർത്തിക്കുന്നു.